ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് പെട്ടെന്ന് കുക്കറിൽ എങ്ങനെ ഒരു കലത്തപ്പം ഉണ്ടാക്കാമെന്നുള്ള റെസിപ്പിയാണ് കേട്ടോ കാണിക്കണത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 5-6 അച്ച് ശർക്കര ഇങ്ങനെ ഉരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 കലത്തപ്പമാണ് കുക്കറിൽ ചുടുന്നത്, അതിനാവശ്യമുള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ശർക്കര പാവ് ഉരുക്കിയത് ചൂടോട് കൂടി തന്നെ റവയ്ക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാനൊരു 2 കപ്പ് അരിയും അതിലേക്ക് ഞാനൊരു 2 സ്പൂണ് ഉഴുന്നും ഇട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊന്ന് കഴുകിയെടുത്ത് മിക്സിയുടെ ജാർക്ക് ഇട്ട് കൊടുത്ത് ഒരു 2 കയ്യിൽ ചോറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ, ഓവറായിട്ട് വെള്ളം വേണ്ട, ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ വെള്ളം നിന്നാൽ മതി കേട്ടോ. എന്നിട്ട് അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാത്രത്തേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതേ അളവിൽ മൈദയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ 1 കപ്പ് ഗോതമ്പ് പൊടി 1 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു നുള്ള് അപ്പസോഡയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളിതിൽ വേറെ ഉപ്പൊന്നും ചേർക്കില്ല, അപ്പോൾ ഇതിക്കും എല്ലാതെയും കൂടെ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള ഈ മാവുണ്ടല്ലോ അതൊന്ന് പാർന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ മിക്സിയുടെ ജാറിലിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുക, എന്നാലേ കട്ടയില്ലാതെ കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ റവ നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഈ മിക്സ് ചെയ്ത് ഇതിലേക്ക് നമ്മൾ ഈ അരച്ചെടുത്ത അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. പിന്നെ ഞാനിത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തേങ്ങയൊക്കെ പൊട്ടിച്ചൊന്ന് വറവിട്ടെടുക്കുന്ന ടൈം ഇത് റെസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല, അപ്പം തന്നെ പറന്ന് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ് കേട്ടോ. പിന്നെ അത് ഞാൻ ജീരകം വറുത്ത് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്നൊന്നും ജീരകം പൊടിച്ചെടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. പിന്നെ നമ്മൾ ജീരകത്തിന് പകരം അരി അരക്കുമ്പോൾ അതിൽ 2 ഏലക്കായ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതിനേക്കും ഫ്ലേവർ ഇഷ്ടമുള്ളത് ഇവിടെ ജീരകമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ജീരകം ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിതാ അല്പം വെളിച്ചെണ്ണ വെച്ചിട്ട് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് മൂപ്പിച്ചെടുക്കാൻ കേട്ടോ. പിന്നെ അത് മൂത്ത് വരുമ്പോൾ പിന്നെ ഇതിക്ക് വേണ്ട തേങ്ങ ഒക്കെ ചെറുതായിട്ടൊന്ന് കൊത്തി അരിയുന്നുണ്ട് കേട്ടോ. അത് അനിയത്തെ അവിടെ അരിയുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ ഈ ഉള്ളി മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഉള്ളി മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ അതിൽ ഉള്ളി മൂത്ത് വന്നപ്പോൾ ഞാനൊരു പിടി അതിക്ക് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണക്കമുന്തിരിയോ കശുവണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ കശുവണ്ടി ഇട്ട് കൊടുത്തിട്ടില്ല, ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തു. അത് മൂത്ത് വന്നപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ മൂത്ത് വന്നാൽ നമുക്ക് നമ്മളെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ചെയ്യണത്. ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാനതും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും അവൾ തേങ്ങയൊക്കെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു ചട്ടിയിൽ അല്പം നെയ്യ് ഒഴിച്ചങ്ങാണ്ട് അതിൽ ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതാ തേങ്ങ നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്ത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്നും വറുത്തിട്ടില്ല കേട്ടോ. നമ്മളിതിപ്പോൾ കഴിക്കാനാണല്ലോ, അപ്പോൾ കേടൊന്നും വരില്ലല്ലോ. നമ്മൾ എടുത്ത് വെച്ചിട്ട് കഴിക്കുമ്പോഴൊക്കെ അല്ലേ കേട് വരിക. അപ്പം തേങ്ങ നല്ലതുപോലെ മൂത്ത് കിട്ടണം. എന്താ ഇതുപോലെ ചെറുതായിട്ടൊരു ബ്രൗൺ കളറൊക്കെ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് ഓഫാക്കി എന്നിട്ട് ഞാൻ കുക്കർ ആ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ നിന്ന് പകുതി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുക്കറിൽ മാവ് ഒഴിച്ചതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ നല്ല ഭംഗിയിൽ അതിങ്ങനെ നിന്നോളൂ കേട്ടോ. അപ്പോൾ ഇതാ പകുതി തേങ്ങ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്, ബാക്കി അതവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറൊക്കെ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യ് ഒഴിച്ച് കൊടുക്കുക, വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ച് കൊടുക്കരുത്. നെയ്യ് ഒഴിച്ച് കൊടുത്താൽ നമ്മൾ ഏത് ഒട്ടിപ്പിടിക്കുന്ന ചട്ടിയാണെന്നുണ്ടെങ്കിലും അതിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും കേട്ടോ. അപ്പോൾ അതാ നെയ്യ് ഒഴിച്ചിട്ട് നമ്മളിത് വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. നമ്മളേതായാലും ഇതിൽ കുറേ മാവ് ഒഴിക്കണതല്ലേ, അപ്പോൾ ആക്കി കൊടുക്കുക. പിന്നെ ഞാൻ അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ എടുത്ത് വെച്ച മാവിൻ്റെ പകുതി മാവ് ഞാൻ ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, പകുതി മാവ് വേറൊരു കുക്കറിലും, അങ്ങനെ 2 കുക്കറിലായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അതിൽ പകുതി ഒഴിച്ചപ്പോൾ അതിൻ്റെ ഒരു 1/4 ഭാഗത്തിൻ്റെ മേലായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഈ തേങ്ങ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയെന്ന് പകുതി ഇതിലിട്ട് കൊടുക്കും, പകുതി മറ്റേലിട്ട് കൊടുക്കണം കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിക്കണത്. പിന്നെ ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ആരുപോലെ ഒരു ബബിൾസ് വരുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂടി വെക്കുക കേട്ടോ. പിന്നെ ഞാനൊരു 9 മിനിറ്റാണ് കേട്ടോ എനിക്കത് വേവാനെടുത്ത സമയം. അപ്പോൾ അത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിയിലൊന്നും പിടിക്കൂല, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പിന്നെ നമ്മൾ സോഡാപ്പൊടിയൊക്കെ ചേർക്കുന്നതിനനുസരിച്ച് നല്ലതുപോലെ പൊങ്ങിക്കിട്ടും. ഞാൻ ഒരുപാട് സോഡാപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. പിന്നെ നമ്മളെ കുക്കറിൻ്റെ അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്